പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ മുൻ വിസിക്ക് വീഴ്ച പറ്റിയെന്ന് റിപ്പോർട്ട്. സമയബന്ധിതമായി നടപടിയെടുത്തില്ലെന്ന് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് ഗവർണർക്ക് കൈമാറി. രാജ്ഭവനിലെത്തി ജസ്റ്റിസ് ഹരിപ്രസാദാണ് അന്വേഷണ റിപ്പോർട്ട് കൈമാറിയത്. ആർ റോഷിപാൽ നൽകും കൂടുതൽ വിവരങ്ങൾ. ആർ റോഷിപാൽ, അന്വേഷണ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്താണ്? സുജയ, ഒന്ന് മുൻ വി സിയായ ശശീന്ദ്രനാഥിന് ഈ സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വീഴ്ച സംഭവിച്ചു എന്നാണ് റിപ്പോർട്ടിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. സർവകലാശാല അധികൃതരുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച ഭരണപരമായി സംഭവിച്ചോ എന്ന് പരിശോധിക്കാനാണ് ഗവർണർ, ചാൻസലർ കൂടിയായ ഗവർണർ ജുഡീഷ്യൽ പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജസ്റ്റിസ് ഹരിപ്രസാദ് ഈ കാര്യത്തിൽ വളരെ വിശദമായ പരിശോധന. ആ സർവകലാശാലയിലെ മുൻ വി സി ഒപ്പം അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഈ സിദ്ധാർത്ഥ് മരിച്ചപ്പോൾ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി ആംബുലൻസ് ഡ്രൈവർ, സിദ്ധാർത്ഥിൻ്റെ മാതാപിതാക്കൾ എന്നിവരുടെ മൊഴി രേഖപ്പെടുത്തിയാണ് ഈ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് രാവിലെ രാജ്ഭവനിലെത്തി ഗവർണർക്ക് കൈമാറിയത്. ആ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നത്. അതിൽ പ്രാധാന്യമുള്ളത് മുൻ വൈസ് ചാൻസലർക്ക് വലിയ വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ്. സിദ്ധാർത്ഥ് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു. അവിടെ പീഡനം അത് ശ്രദ്ധയിൽപ്പെട്ടില്ല. മാത്രവുമല്ല, അതുമായി ബന്ധപ്പെട്ട കൃത്യമായ നടപടികൾ, റാഗിംഗ് തുടർച്ചയായി ഈ പൂക്കോട് വെറ്റിനറി കോളേജിൽ നടന്നു. ഈ കാര്യങ്ങൾ വി സി അതിൻ്റെ തുടർ നടപടികൾ എടുത്തില്ല. നിരക്കുള്ള കുറേ ഒട്ടേറെ വീഴ്ചകൾ മുൻ വൈസ് ചാൻസലറുടെ ഭാഗത്ത് ഉണ്ടായി എന്നതാണ്. നേരത്തെ ഈ സിദ്ധാർത്ഥിൻ്റെ മരണത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഗവർണർ വൈസ് ചാൻസലർ സ്ഥാനത്ത് നിന്നും മാറ്റിയിരുന്നു ശശീന്ദ്രനാഥിനെ. അതിന് പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തിന് ജുഡീഷ്യൽ പരിശോധനയ്ക്ക് ജസ്റ്റിസ് ഹരിപ്രസാദിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തത്. ഇതിപ്പോൾ ഒരു ജുഡീഷ്യൽ കമ്മീഷനാണ് കണ്ടെത്തിയിരിക്കുന്നത്. മുൻ വി സി MR ശശീന്ദ്രനാഥിന് വീഴ്ച പറ്റി. ആ വീഴ്ചയുടെ ഒരു ആഘാതം അത് സിദ്ധാർത്ഥന്റെ മരണത്തിലേക്ക് നയിക്കുന്ന ഒരു വീഴ്ചയാണ്. കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞിരുന്നിട്ടും അതിൽ കൃത്യസമയത്ത് ഇടപെട്ടില്ല. അങ്ങനെ ഒരു വീഴ്ച കൂടി വി സിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന കണ്ടെത്തലുണ്ടോ ഈ റിപ്പോർട്ടിൽ? സുജയ, ഈ റിപ്പോർട്ടിലെ കൂടുതൽ വിശദാംശങ്ങൾ വരുന്ന മുറയ്ക്ക് നമുക്കത് പങ്കുവയ്ക്കാം. നിലവിൽ മുൻ വൈസ് ചാൻസലറായ ശശീന്ദ്രനാഥിന് വലിയ വീഴ്ച ഈ സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സംഭവിച്ചു എന്ന കണ്ടെത്തൽ ഈ ജുഡീഷ്യൽ പരിശോധനയിലുണ്ട്. ഈ പൂക്കോട് സർവകലാശാലയുടെ ചാൻസലർ കൂടിയ ഗവർണർക്ക് ജുഡീഷ്യൽ പരിശോധനയ്ക്കുള്ള നിർദ്ദേശം നൽകാൻ മാത്രമേ അധികാരമുള്ളൂ. ഈ സർവകലാശാലയിൽ ഭരണപരമായ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നത് മാത്രമാണ് ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്തരം വീഴ്ചകൾ അക്കമിട്ട തരത്തിലുള്ള റിപ്പോർട്ട് 28 പേരുടെ മൊഴിയെടുത്താണ് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കി ഇപ്പോൾ ഗവർണർക്ക് കൈമാറിയിരിക്കുന്നത്. സമയബന്ധിതമായി നടപടിയെടുത്തില്ല, സമയബന്ധിതമായി ആക്ഷൻ എടുത്തില്ല എന്നുള്ളത് ഈ റിപ്പോർട്ടിന്റെ പ്രധാനപ്പെട്ട ഉള്ളടക്കമായി വരുന്നു. ആർ റോഷിപാലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.